ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളുടെയും അകത്ത് ആഴമേറിയ ദൈവവിശ്വാസം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു ചിന്തയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ നിയോഗം തന്നിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പി. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മുതൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞ് എഫെസോസിലെ സഭയോട് പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു ആത്മീക ദൂതിന്റെ കലവറയാണ് ഈ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ശ്രദ്ധേയമായ ഒരു ആത്മീക ദൂതാണ് മനുഷ്യജീവിതത്തെ തച്ചുടയ്ക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ. പലരുടെയും ജീവിതം പരാജയപ്പെടുവാനും തകരുവാനും ശൂന്യമാകുവാനും ഇല്ലായ്മപ്പെടുവാനും കാരണം അവര് പോലും അറിയാതിരിക്കുമ്പോൾ അന്ധകാര ശക്തികൾ അവരെ വേട്ടയാടുകയും അവരുടെ ജീവിതം ശൂന്യമാക്കി തീർക്കുകയും ചെയ്യുന്നത് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പിമ്പിലെ രഹസ്യം. കാരണം പിശാചിന്റെ ഒരു പ്രവൃത്തികളും മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ അതിനെ കാണണമെങ്കിൽ ആത്മക്കണ്ണുകൾ ഉണ്ടാകണം. ഒരു കൂനിയായ സ്ത്രീയെ കുറിച്ച് ഹാമി വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൾ കൂനിയാണ്. വൈദ്യശാസ്ത്രം അവളെ പരിശോധിച്ചാൽ പറയും ഈ കൂന് ഇനി മാറുകയില്ല. പക്ഷെ യേശുവിന്റെ കണ്ണുകളിലൂടെ കൂന് ബാധിച്ച സ്ത്രീയെ നോക്കിയപ്പോൾ യേശു പറയുകയാണ്, സാത്താൻ 18 സംവത്സരമായി ഇവളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. മനുഷ്യ കണ്ണുകളിൽ വെളിപ്പെടുന്ന കൂനിന്റെ പിമ്പിൽ ഒരു രോഗാത്മാവുണ്ടെങ്കിൽ, ഒരു സാത്താന്റെ ബന്ധനമുണ്ടെങ്കിൽ, ഇന്ന് മനുഷ്യ ജീവിതത്തിൽ വരുന്ന പല രോഗങ്ങളുടെയും പല പ്രതിസന്ധികളുടെയും പല തകർച്ചയുടെയും പിമ്പിൽ നീ കാണാത്ത ദുഷ്ടന്റെ തീയമ്പുകളാണ്. മനുഷ്യജീവിതത്തെ കാർന്നു തിന്നുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ നിങ്ങൾക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ അതിനെ തടുക്കുന്ന വജ്രായുധമാണ് ഒരു ദൈവവൈതന്റെ അകത്തെ വിശ്വാസം. അവിടെ വായിക്കുക, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച കയ്യിലെടുക്കണം. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന തീയമ്പ് കയ്യിലെടുക്കണം എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിന് പോകുന്ന ഒരുവന്റെ വലം കയ്യിൽ വാളും ഇടം കയ്യിൽ പരിചയമുണ്ട്. വാളുകൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കുകയും പരിച കൊണ്ട് എതിരെ വരുന്ന വാളുകളെ തടയുകയും ചെയ്യും. ഇതുപോലെ ആത്മീക ജീവിതത്തെ തച്ചുടയ്ക്കുവാൻ പാഞ്ഞു വരുന്ന തീയമ്പുകളെ തടുക്കുന്ന വിശ്വാസം എന്ന പരിച ഓരോ ദൈവമക്കളും മുറുകെ പിടിക്കണം. അങ്ങനെ അത് മുറുകെ പിടിച്ചുകൊണ്ടത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ തീയമ്പുകൾ മനുഷ്യജീവിതത്തെ തച്ചുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുന്ന വിശ്വാസം എന്ന പരിച പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസം എന്ന പരിച മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാം. യേശു വലിയവ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.